ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് സെൽ സൈക്കിളിനെ പറ്റിയിട്ടാണ്. ഫിസിയോളജി ടെക്സ്റ്റ് ബുക്കുകൾ എടുത്ത് നോക്കുമ്പോൾ നോർമലി ഒരുപാടൊന്നും ഡിസ്കസ് ചെയ്യാത്തൊരു ഏരിയയാണ് നമ്മുടെ സെൽ സൈക്കിൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നോട്ട്സും കാര്യങ്ങളും കിട്ടാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സോ ആ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ടാണ് നമ്മളിവിടെ നിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സെൽ സൈക്കിൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മൈൻഡിലേക്ക് എന്താണ് ആദ്യം വരുന്നത്? സെൽ സൈക്കിൾ എന്ന് പറയുന്നത് ഒരു സീരീസ് ഓഫ് സ്റ്റേജസ് ആണ്. അതായത് ഒരു സെല്ലിൽ നിന്നും 2 സെല്ലിലേക്ക് ഡിവൈഡ് ചെയ്യുമ്പം ഉണ്ടാവുന്ന സ്റ്റെപ്സ്, അതാണ് മെയിൻലി നമ്മൾ സെൽ സൈക്കിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു സ്റ്റെപ്പിലൂടെ ഇതിൻ്റെ എല്ലാ ജനറ്റിക് മെറ്റീരിയലും എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും 2 സെൽസിലേക്ക് അല്ലെങ്കിൽ 2 എണ്ണമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. സോ ഇവിടെ ഒരു പാരൻറ്റ് സെൽ ഡിവൈഡ് ചെയ്തിട്ട് 2 ഡോക്ടർ സെൽസ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഒരു ലിവിങ് ഓർഗാനിസത്തിൻ്റെ ഏറ്റവും വലിയൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമ്മൾ പറയുന്നത് സെൽ ഡിവിഷനാണ്. നമ്മൾ ഒരു പുതിയൊരു ലൈഫായിട്ട് മാറുന്നതും അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളെന്താണ് ഡിവൈഡ് ചെയ്യുന്നത്, നമ്മളെ ബോഡി ഡെവലപ്പ് ചെയ്യുന്നത്, പ്രിപ്പയർ ചെയ്യുന്നത്, ഇതിൻ്റെ ഒക്കെ ഫങ്ഷനിങ് നടക്കുന്നത് ഈ ഒരു സെൽ സൈക്കിളിലൂടെയാണ്. സോ ഒരു ലിവിങ് ഓർഗാനിസത്തിൻ്റെ ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ് ആണെന്ത് നമ്മുടെ സെൽ ഡിവിഷൻ എന്ന് പറയുന്നത്. ഒരു സെൽ ഡിവിഷൻ നടക്കുന്ന സമയത്ത് നമ്മളെ ഈ 2 ഡോട്ടർ സെൽസിലും സെയിം ആയിട്ടുള്ള ജനറ്റിക് മെറ്റീരിയൽസും സെയിം ക്യാരക്ടറിസ്റ്റിക്സും ആണ് ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ ഈ 2 ഡോട്ടർ സെൽസും എന്തായിരിക്കും? ഐഡൻറ്റിക്കലായിരിക്കും, കംപ്ലീറ്റ്ലി ഐഡൻറ്റിക്കലായിരിക്കും. സോ നമുക്ക് എന്തു പറയാം? ഒരു പാരൻറ്റ് സെല്ല് സെൽ ഡിവിഷനിലൂടെ ഡിവൈഡ് ചെയ്തിട്ട് 2 ഡോട്ടർ സെൽസ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇത് ഐഡൻറ്റിക്കലായിരിക്കും, സെയിം ആയിരിക്കും, സെയിം ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളതും ആയിരിക്കും. ഇനി ഒരു സെല്ലിൽ എങ്ങനെയാണ് DNA അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്ന് നോക്കാം. ഓരോ ഡോട്ടർ സെൽസിനും കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു കോപ്പി ഓഫ് ജനറ്റിക് ഇൻഫോർമേഷൻ ആവശ്യമുണ്ട്, അതായത് ജീനോംസ്. പ്രോകാരിയോട്സിൽ നമ്മളൊരു സർക്കുലാർ സെറ്റ് ഓഫ് DNA മോളിക്യൂളാണ് കാണുന്നത്. ബട്ട് യൂകാരിയോട്സിൽ ഡിഫറെൻറ്റ് ലീനിയർ DNA മോളിക്യൂൾസാണ് നമുക്ക് കാണാൻ പറ്റുക. അതിന് നമുക്ക് എന്തു പറയാം? ക്രോമസോംസ് എന്ന് പറയാം. ഈ മെറ്റീരിയൽസിനെല്ലാം റെപ്ലിക്കേഷൻ നടക്കേണ്ടത് അത്യാവശ്യമാണ്. സോ DNA റെപ്ലിക്കേഷൻ അല്ലെങ്കിൽ RNA റെപ്ലിക്കേഷൻ ഈ ഒരു ഏരിയയിൽ നടക്കുന്നുണ്ട്. അങ്ങനെ റെപ്ലിക്കേഷൻ നടന്നിട്ട് സെൽ ഡിവിഷന് മുന്നേ ആയിട്ട് 2 സെറ്റ് ഓഫ് DNAs ഫോം ചെയ്യപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യപ്പെടുന്നുണ്ട്. സോ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? സിസ്റ്റർ ക്രോമാറ്റിഡ് സെപ്പറേറ്റ് ബിഫോർ ദ സെൽ ഡിവിഷൻ. ഡിഫറെൻറ്റ് യൂക്കാരിയോട്ടിക് സ്പീഷീസിന് ഡിഫറെൻറ്റ് നമ്പേഴ്സ് ഓഫ് ക്രോമസോംസ് ഉണ്ട്. ഹ്യൂമൻസിൻ്റെ കേസിൽ അത് 46 ക്രോമസോംസ് ആണ്. ആൻഡ് ഇവിടെ നമുക്ക് DNA റെപ്ലിക്കേഷൻ്റെ സ്റ്റെപ്സ് കാണാൻ പറ്റും. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇനീഷ്യേഷനാണ്, ആൻഡ് സെക്കൻഡ് സ്റ്റെപ്പ് പ്രൈമിംഗ് ആണ്, തേർഡ് സ്റ്റെപ്പ് ഇലോങ്ങേഷനാണ്. പെർട്ടിക്കുലർലി ഈ ഓരോ സ്റ്റെപ്സിലും എന്താണ് നടക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഈ ഒരു പിക്ചറൈസേഷനിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. ആൻഡ് ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രൈമർ റിമൂവലാണ് ആൻഡ് റീപ്ലേസ്മെൻറ്റ്. ഫിഫ്ത്ത് സ്റ്റെപ്പ് ലിഗേഷനാണ്. ആൻഡ് ദ ലാസ്റ്റ് സ്റ്റെപ്പിൽ ഈ ഒരു റെപ്ലിക്കേഷൻ അല്ലെങ്കിൽ 2 DNA ആയിട്ട് ഫോം ചെയ്യുന്ന ആ ഒരു റിസൾട്ടാണ് നമുക്ക് കിട്ടുക. ആൻഡ് ഈ ഒരു കേസിൽ നമ്മൾ 2 പാരൻറ്റ് സെൽസ് എന്ന്, അതായത് മെയിൽ പാരൻറ്റിൽ നിന്നും ഫീമെയിൽ പാരൻറ്റിൽ നിന്നും 23 ക്രോമസോംസ് വെച്ച് കളക്ട് ചെയ്തിട്ടാണ് 46 ക്രോമസോംസ് ആയിട്ട് മാറുന്നത്. 1 സെറ്റ് എന്ന് പറയുന്നത് 23 ക്രോമസോംസിൻ്റെതാണ്. അത് X ക്രോമസോം ഇൻക്ലൂഡഡ് ആയിരിക്കും. ആൻഡ് നെക്സ്റ്റ് സെറ്റ് ഓഫ് 23 ക്രോമസോംസിൽ എന്താണ്? Xഉം Yയും ക്രോമസോംസ് ഇൻക്ലൂഡഡ് ആയിരിക്കും. ഇതിൽ ഒരു സെറ്റ് ഓഫ് ക്രോമസോം നമ്മൾ ഫാദറിൻ്റെ നിന്നും ഒരു സെറ്റ് ഓഫ് ക്രോമസോംസ് നമ്മൾ മദറിൽ നിന്നുമാണ് എടുക്കുന്നത്. എല്ലാ ക്രോമസോമിലും ഒരു DNA ഇൻക്ലൂഡഡ് ആയിരിക്കും. ഈ DNAൻ്റെ കവർ ചെയ്തിട്ട് പ്രോട്ടീൻസ് പ്രസൻ്റ് ആയിരിക്കും. ഈ പ്രോട്ടീൻസിന് നമ്മൾ പറയുന്നത് ഹിസ്റ്റോൺസ് എന്നാണ്. ഈ ഒരു ഫോമിനെ നമുക്ക് ന്യൂക്ലിയോസോം എന്ന് പറയാം. സ്റ്റോറേജ് ചെയ്യേണ്ട സമയത്ത് ഈ ക്രോമാറ്റിൻ ഫൈബേഴ്സ് സൂപ്പർ കോയിലിങ്ങിന് വിധേയമാവും അല്ലെങ്കിൽ സൂപ്പർ കോയിലിംഗ് നടക്കും. ആൻഡ് റെപ്ലിക്കേഷൻ്റെ സമയത്ത് ഈ ഒരു ക്രോമാറ്റിൻ ഫൈബേഴ്സ് അൺകോയിൽ ചെയ്യപ്പെടും. ഇങ്ങനെയാണ് ഈ ഒരു വ്യത്യാസം അല്ലെങ്കിൽ ഒരു ചേഞ്ചസ് നടക്കുന്നത്. റെപ്ലിക്കേഷൻ്റെ സമയത്ത് എല്ലാ ക്രോമസോംസും സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യപ്പെടും.
അതുപോലെ തന്നെ ഒരു ക്രോമസോമിലുള്ള എല്ലാ DNA-സും എന്ത് ചെയ്യും, കോപ്പി ചെയ്യപ്പെടും. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള 2 സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് ഒരു സെൻറ്റർ ഫോം, അതായത് സെൻട്രോമിയറിൽ വന്നിട്ട് എന്താണ് അറ്റാച്ച് ചെയ്യപ്പെടുകയാണ് ചെയ്യുക. സോ നമ്മളൊരു DNA എടുക്കുമ്പോൾ നമുക്ക് എന്താണ് ഒരു സെൻട്രോമിയറും അതിലെന്താണ് 2 സൈഡിലേക്കും എക്സ്റ്റെൻഡിങ് ആയിട്ടുള്ള ആംസും കാണാൻ പറ്റും. ഇത് 2 ടൈപ്പ് ഓഫ് ആംസ് ആണുള്ളത്, പി ആമും ക്യു ആമും. പി ആം എന്ന് പറയുന്നത് ഷോർട്ടർ ആംസും ക്യു ആം എന്ന് പറയുന്നത് ലോങ്ങർ ആംസുമാണ്. ഒരു സെൽ ഡിവിഷൻ്റെ സമയത്ത് ഈ 2 സിസ്റ്റർ ക്രോമാറ്റിഡ്സും സെപ്പറേറ്റ് ചെയ്യപ്പെടുകയും 2 സൈഡിലേക്കും പുൾ ചെയ്യപ്പെടുകയും ചെയ്യും. ഇനി നമുക്ക് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് സെൽ സൈക്കിൾ നോക്കാം. അതിനു മുന്നേ ഒരു സെൽ എന്ന് പറയുന്നത് എന്തു വന്നാലും ഡിവൈഡ് ചെയ്യും. മോസ്റ്റ് സെൽസും എന്താണ് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ സെല്ല് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് തന്നെ പല സ്റ്റേജസിലൂടെയാണ് ഈ ഒരു സെൽ എന്താണ് കടന്നു പോകുന്നുണ്ടായിരിക്കുക. ചില ടൈംസിൽ ഇത് ഡിവൈഡ് ചെയ്യാതെ ജസ്റ്റ് എന്താണ് സെൽസായിട്ട് ഇങ്ങനെ ബിലോങ് ചെയ്യപ്പെടുകയാണ് ചെയ്യുക. ചില ടൈംസിൽ എന്ത് ചെയ്യും, ഇത് ഡിവൈഡ് ചെയ്യപ്പെടുകയും ചെയ്യും. ആൻഡ് ഇൻ ദ കേസ് ഓഫ് സെൽ സൈക്കിൾ നമുക്കെന്താണ് 2 ടൈപ്പ് ഓഫ് ഫേസസ് കാണാൻ പറ്റും, എം ഫേസും ഇൻ്റർഫേസും. ഇൻ്റർഫേസ് എന്ന് പറയുന്നത് ഈ സെൽസ് ഡിവൈഡ് ചെയ്യാതെ സ്പെൻഡ് ചെയ്യുന്ന ആ ടൈം പീരീഡിനാണ്. ആൻഡ് എം ഫേസ് എന്ന് പറയുന്നത് സെൽസ് ഡിവൈഡ് ചെയ്യുന്ന ആ ടൈം പീരീഡിനെയാണ്. ആൻഡ് ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് സെൽ സൈക്കിളിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ് കാണാൻ പറ്റും. ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ സെൽ ഡിവിഷനെ പറ്റി ചോദിക്കുകയെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സെൽ സൈക്കിളിനെ പറ്റി ചോദിക്കുകയെന്നുണ്ടെങ്കിൽ ഈ ഒരു സെൽ സൈക്കിൾ നിങ്ങൾക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്യാം. കുറച്ചും കൂടെ പ്രസൻറ്റബിൾ ആയിട്ടുള്ള ഫോർമാറ്റിലായിട്ട് മാറും. ഇതിൽ തന്നെ നിങ്ങൾക്ക് G1 ഫേസ്, S ഫേസ്, G2 ഫേസ് ആൻഡ് M ഫേസ് കാണാൻ പറ്റും. G1 ഫേസും S ഫേസും G2 ഫേസും ഇൻക്ലൂഡ് ആയിട്ടുള്ളത് ഇൻ്റർഫേസിലാണ്. ആൻഡ് ഡിഫറെൻറ്റ് സ്റ്റേജസും അതിലെന്തൊക്കെ നടക്കുന്നു എന്നുള്ളതും ഈ ഒരു പെർട്ടിക്കുലർ പിക്ചറിൽ തന്നെ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇൻ്റർഫേസിൽ നമുക്ക് 3 സബ് ഫേസസ് കാണാൻ പറ്റും, G1 ഫേസ്, S ഫേസ് ആൻഡ് G2 ഫേസ്. G1 ഫേസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഫസ്റ്റ് ഗ്യാപ്പാണ്. ആൻഡ് S ഫേസ് എന്ന് പറയുന്നത് സിന്തസിസ് ആണ്. G2 ഫേസ് എന്ന് പറയുന്നത് സെക്കൻഡ് ഗ്യാപ്പാണ്. ഇങ്ങനെയാണ് ഈ 3 സബ് ഫേസസും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇവിടെ ഈ G1 ഫേസ് എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ സെൽസിൻ്റെ ലൈഫിലെ ഒരു സെൽ ഗ്രോത്തിൻ്റെ പീരീഡ് അല്ലെങ്കിൽ ബിഗിനിങ് പീരീഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ചില സെൽസ് എല്ലായ്പ്പോഴും ഡിവൈഡ് ചെയ്യുന്ന സെൽസ് ഒന്നും ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ ചില സെൽസ് ഡിവൈഡ് ചെയ്യുന്നത് ഇൻഫ്രീക്വൻ്റ്ലി ആയിരിക്കും, ചിലത് ചിലപ്പം ഡിവൈഡേ ചെയ്യത്തില്ല. സോ ഒരുവിധം കുറേ സെൽസിനൊക്കെ ഈ ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിൽ അല്ലെങ്കിൽ ഈ പെർട്ടിക്കുലർ ഫേസിൽ കുറേ ലോങ് ടൈമിൽ സർവൈവ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടായിരിക്കും. മേ ബി അത് ഈ ഒരു ഫേസിലായിരിക്കും നിൽക്കുന്നുണ്ടായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കതിനെ G0 ഫേസ് എന്നും കൂടെ പറയാം. റാപ്പിഡായിട്ട് ഡിവൈഡ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സെൽസ് ആണ് എന്നുണ്ടെങ്കിൽ ഇതെന്താണ് കുറച്ച് ടൈം മാത്രമേ ഈ ഒരു പെർട്ടിക്കുലർ ഫേസിൽ റിമെയിൻ ചെയ്യുള്ളൂ. ബാക്കി പെട്ടെന്ന് എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്യാൻ തുടങ്ങും, അതായത് M ഫേസിലേക്ക് പോകും. ഒരു അഡൾട്ട് ഹ്യൂമനിൽ ഈ S ഫേസ് 10 മുതൽ 12 ഹവേഴ്സ് വരെയാണ് ലാസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഇത് 2 ഐഡൻറ്റിക്കൽ ജീനുമായിട്ട് റിസൾട്ട് ചെയ്യും. ആൻഡ് G2 ഫേസ് ആണെന്നുണ്ടെങ്കിൽ ഏകദേശം 4 മുതൽ 6 മണിക്കൂർ വരെ ലാസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു പെർട്ടിക്കുലർ ഫേസിലാണ് സെൽസിൻ്റെ കുറച്ചും കൂടെയുള്ള ഗ്രോത്തും അതുപോലെ തന്നെ സെൽ ഡിവിഷന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസും നടക്കുന്നത്. ആൻഡ് ഇനി M ഫേസിൻ്റെ കേസ് എടുക്കുകയെന്നുണ്ടെങ്കിൽ മൈറ്റോസിസ്. ഈ ഒരു ടൈം പീരീഡിൽ സെൽ ഡിവിഷനാണ് നടക്കുന്നത്. 2 ഡോട്ടർ സെൽസ് ഫോം ചെയ്യുന്നുണ്ട്. ഇത് ഏകദേശം 1 അവറോളാണ് എടുക്കുന്നുണ്ടായിരിക്കുക. ഇനി നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് M ഫേസിനെ പറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെൽ ഡിവിഷൻ നടക്കുന്ന ഫേസാണ് ശരിക്കും ഈ M ഫേസ് എന്ന് പറയുന്നത്. സെൽ ഡിവിഷൻ ഇൻക്ലൂഡിങ് ഡിവിഷൻ ഓഫ് ന്യൂക്ലിയസ് ആണ് ശരിക്കും ഈ മൈറ്റോസിസ് ഡിവിഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഡിവിഷൻ ഓഫ് സൈറ്റോപ്ലാസത്തിന് നമുക്ക് സൈറ്റോകൈനസിസ് എന്ന് പറയാം. സോ M ഫേസിൽ തന്നെ 2 ടൈപ്പ് ഓഫ് ഡിവിഷൻസ് നടക്കുന്നുണ്ട്. ഒന്ന് ന്യൂക്ലിയസിൻ്റെ ഡിവിഷനും ഒന്ന് സൈറ്റോപ്ലാസത്തിൻ്റെ ഡിവിഷനും. ന്യൂക്ലിയസിൻ്റെ ഡിവിഷൻ നമുക്ക് മൈറ്റോസിസ് എന്നും സൈറ്റോപ്ലാസത്തിൻ്റെ ഡിവിഷൻ നമുക്ക് സൈറ്റോകൈനസിസ് എന്നും പറയാം. ഈ മൈറ്റോസിസ് ഡിവിഷനിൽ പെർട്ടിക്കുലർലി 4 ഫേസസ് നമുക്ക് കാണാൻ പറ്റും, പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്. സോ ജസ്റ്റ് ലുക്ക് അറ്റ് ദിസ് ഡയഗ്രാം. M ഫേസിനെ നമുക്ക് മൈറ്റോസിസ് ഫേസ് എന്നും സൈറ്റോകൈനസിസ് എന്നും ഡിവൈഡ് ചെയ്യാം. മൈറ്റോസിസിനെ വീണ്ടും നമുക്ക് പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ് ഇങ്ങനെ ഡിവൈഡ് ചെയ്യാം.
ഇനി ഡീറ്റെയിൽ ആയിട്ട് ഈ എംഫേസിനെ, അതായത് മൈറ്റോസിസിനെയും മിയോസിസിനെയും പറ്റിയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു ക്യാൻ ആസ്ക് ഇൻ കമൻറ്റ് സെക്ഷൻ.